ആദ്യം ഞാൻ ഇവനെ ഒന്ന് കാലുമടക്കി തൊഴിക്കട്ടെ വീർ. ഇതാണോ നിന്റെ ഹെൽപ്പ്? അവനെ ആരെങ്കിലും തടയേ. താങ്ക് യു ചുൾബുൾ. വേഗം വരൂ. ഞാനിപ്പോ സഹായിക്കാമല്ലോ. ജിൻടു, ബണ്ടിയുടെ മാജിക്കൽ പവർ കണ്ട എല്ലാവരുടെയും പിന്നെ ബണ്ടിയുടെയും ഓർമ്മ മായ്ച്ചു കളാ. വേഗം വേണം. അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ബണ്ടിയുടെ മാജിക് കണ്ടവരെല്ലാം അതെല്ലാം മറന്ന് നോർമൽ ആകട്ടെ. അപ്പൂപ്പ, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. മാന്ത്രികന്റെ രൂപത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ബണ്ടി ഇവിടുന്ന് പോയല്ലോ. നമുക്ക് എന്നാ കളി തുടങ്ങാം. ഞാൻ എന്റെ ശക്തി പുറത്തെടുത്ത് അപ്പൂപ്പന്റെ കയ്യിൽ കൊടുക്കാം. വേണ്ട. ചുൾബുൾ, സ്പീഡിൽ ഓട്. വേഗം ഓട്. സിഗ്സാഗായി ഓട്. വീർ, ഞാൻ ഒരു കഴുതി അല്ലാതെ റേസിംഗ് കുതിരയൊന്നും അല്ല. എനിക്ക് ഇത്രയും സ്പീഡിലേക്ക് ഓടാൻ പറ്റൂ. പക്ഷേ സിക്സാഗ് ആയിട്ട് എനിക്ക് ഓടാൻ കഴിയും. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ജിൻടു റോബോട്ടിനോട് ഫൈറ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ എവിടെയാന്നറിയില്ല. ജിൻടു ഇവിടെ പോയി. ഇംലി, ചുൾബുൾ, നിങ്ങൾ രണ്ടുപേരും വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ. ഫയർ സ്യൂട്ട് ഓൺ. ഫയർ സ്യൂട്ട് ഓൺ. വീർ, വീർ, അത് വളരെ ശക്തിയുള്ള ഒരു റോബോട്ടാണ്. നിന്റെ ആയുധങ്ങളൊന്നും അതിന് ഏൽക്കുന്നു പോലുമില്ല. നീ അതിനെ അതിന്റെ ആയുധങ്ങൾ വെച്ച് തന്നെ കീഴ്പ്പെടുത്തണം. ഓക്കേ അപ്പൂപ്പ. അൺബ്രേക്കബിൾ ലേസർ ടണൽ ഓൺ. അൺബ്രേക്കബിൾ ലേസർ ടണൽ ഓൺ. വേഗം പോ, സ്പീഡിൽ പോകൂ. ടണലിൽ നിന്ന് പുറത്തേക്ക് വരൂ, അല്ലെങ്കിൽ നിന്റെ തന്നെ ഫയർ ബോൾസ് നിന്നെ കത്തിച്ചു കളയുന്നതാണ്. സ്പീഡിൽ പോകട്ടെ, സ്പീഡിൽ പോകട്ടെ. അല്ല, ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വീർ എവിടെ? സർ, നിങ്ങൾ എന്തിനാണ് നിലവിളിച്ചത്? എന്താ പറ്റി? ഓ, ക്യൂട്ടി.
പക്ഷെ ഇതെങ്ങനെയാ പ്ലെയിനിന്റെ പുറത്തിരിക്കുന്നത്? അപ്പോ അതാണോ കാര്യം? അവനിപ്പോ ഒരു കുട്ടിയായിരിക്കുകയല്ലേ? അതുകൊണ്ട് അവനിപ്പോ വലുതാകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ജിണ്ടുവിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തിൽ വലിയൊരു സംഭവമുണ്ടായി. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശ, കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങളുടെ മാജിക് ഉപയോഗിച്ച് അവനിങ്ങോട്ട് വിളിക്കേ. അവൻ സ്വയമേ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവാതെ എനിക്കവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുവാൻ കഴിയുകയില്ല. കാരണം അവന്റെ കയ്യിലും മാന്ത്രിക ശക്തി ഉണ്ടല്ലോ. വരൂ, നമുക്കവന്റെ അടുത്തേക്ക് പോകാം. മുത്തശ്ശ, ഇവരെല്ലാം ഫ്രീസാക്ക്. നമ്മുടെ മാജിക് ഒന്നും ഇവരാരും കാണണ്ട. നമ്മുടെ ജിണ്ടു ഭയങ്കര വികൃതിയാണ്. പണ്ടവന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ രസകരമായൊരു സംഭവം ഉണ്ടായെന്നേ. അന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? മുത്തശ്ശ, അവനെ ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂ പ്ലീസ്, അല്ലെങ്കിൽ അവൻ വേറെ എവിടെങ്കിലും പോവും. ആ ശരി ശരി ശരി. ജിണ്ടു, മര്യാദയ്ക്ക് താഴേക്ക് വാ. എന്തൊക്കെയായി സംഭവിക്കുന്നേ? നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തെ? ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവുന്നേയില്ല. ഇനി ഞാൻ എന്റെ സൂപ്പർ പവേഴ്സ് പുറത്തെടുത്തേ മതിയാവൂ. ഇത്രയും നേരം കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതി ചെറിയ ചെറിയ മന്ത്രശക്തികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ജിണ്ടുവിനെ ചേസി. മൈതാനന്റെ അവിടെയാണ്. ജിണ്ടുവിനെ അങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ. ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഭക്ഷണങ്ങളെല്ലാം മാന്ത്രിക ഭക്ഷണങ്ങളാണ്. ഇംലിയാണ് എനിക്ക് ഐഡിയ തന്നത്. ജിണ്ടുവിന് ഭക്ഷണത്തിന്റെ ഒരു കെണിയുണ്ടാക്കി അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ഐഡിയ വർക്കൗട്ട് ആയിരിക്കുകയാണ്. ചെല്ലുമോനെ, നീ വീട്ടിലേക്ക് ചെല്ല്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അവൻ എവിടെ പോയി? അവൻ ജിൻലാൻഡിലുള്ള അവന്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നോളും. ഇനി നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പൂർത്തീകരിക്കുവാനുള്ള സമയമാണ്. ഏത് വാക്കിന്റെ കാര്യമാ? നിങ്ങളല്ലേ നേരത്തെ എന്നോട് പറഞ്ഞത്, ജിണ്ടുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കുട്ടിക്കാലത്തെ കഥകൾ മുഴുവനും ഇരുന്ന് കേൾക്കാമെന്ന്. ഓക്കേ അപ്പൂപ്പ, പക്ഷെ അതിനു മുൻപ് ആദ്യമെല്ലാം പഴയതുപോലെയാക്ക്. ആ പൊട്ടിയ മിനാറും ചായക്കടയും എല്ലാം പഴയതുപോലെയാക്ക്. ആരും ഒന്നും ഓർക്കാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് ജിണ്ടുവിന്റെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ടാലോ? അന്നൊരിക്കൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ?